കണ്ടോ ഗൈസ്, ക്യാമ്പ് ഫയർ. ഗൈസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്. ഇവിടെ നല്ല മനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ റിസോർട്ടുകളുണ്ട്. പുറമേ നോക്കുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ നല്ല സൗകര്യങ്ങളുണ്ട്. വൈഫൈ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. രാവിലെ ആയപ്പോഴാണ് വൈഫൈ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലായി. ഓ ഗൈസ്, ഈ ചെടിയെ നോക്കൂ. ചെടിയല്ല, ഇത് മരമായിട്ട് വളരുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇത് തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും വളരുന്നത്. ഗൈസ്, ഇതാണ് സ്ട്രോബെറി പാടം. സ്ട്രോബെറികൾ ഇവിടെ വിളഞ്ഞു കിടപ്പുണ്ട്. ബാലിലേക്ക് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഗൈസ്. കയറ്റം കയറി വേണേ പോകും. ഈ കയറ്റം വന്നിട്ട് പാടല്ലേ. ഗൈസ്, ഒരു സ്ട്രോബെറിക്ക് വിളഞ്ഞ് കിടക്കുകയാണ്. അയ്യോ, നീശച്ചെടുക്കും പിന്നെ. അയ്യോ, നല്ല വ്യൂ പോയിന്റാണ്. സ്ട്രോബെറി പാടമാണ് ഗൈസ് ഈ കാണുന്നത്. മനോഹരമായൊരു വ്യൂ പോയിന്റ് ഇവിടെ കാണാം. അങ്ങനെ സ്ട്രോബെറി പാടം കൊണ്ട് ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോകുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. സൂപ്പർ വെള്ളച്ചാട്ടമാണ്. എല്ലാവരും കുളിക്കുന്നുണ്ട്. വേറെ ഡ്രസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നില്ല. ഒരു അഡ്വഞ്ചർ വെള്ളച്ചാട്ടമാണ് ഗൈസ്. ഇതിൻ്റെ പേരെനിക്കറിയാൻ വയ്യ. എല്ലാവരും നിൽപ്പുണ്ട്. പഴുക്കലുള്ള പാറയാണത്. സൂക്ഷിച്ചിറങ്ങി വീഴും. ഗൈസ്, ഇതാണ് ഭ്രമരം പോയിന്റ്. ഹണി റോക്ക് ഒക്കെ ഇവിടെ കാണാം. ഹണി റോസ് അല്ല, ഹണി റോക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ് ഇവിടെ. ഗൈസ്, ഇതാണ് ഭ്രമരം വ്യൂ പോയിന്റ്. അച്ഛനും മോനും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഗൈസ്. ഇത് ശംഖു. ഫോട്ടോ എടുക്കണല്ലേ, ഞാനും കൂടെ ഉണ്ടേ. എന്നെ കൊച്ചു